ക്ഷേത്രങ്ങളെ പറ്റി മോദി സംസാരിക്കരുതെന്നാണ് ഭീഷണി വിദേശ രാജ്യത്ത് നിന്നല്ല, കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ. ആരാണ്? പ്രശാന്ത് രഘുവംശം. ഓ, രഘുവംശത്തിൽ പറഞ്ഞ ആളാണല്ലേ. മോദി അത് അറിഞ്ഞു. മോദി പറഞ്ഞു, പ്രിയപ്പെട്ട പ്രശാന്ത് രഘുവംശം, എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അങ്ങ് പറഞ്ഞപ്പോൾ എനിക്കതിൻ്റെ ഗൗരവം മനസ്സിലായി. മാത്രമല്ല, അങ്ങേ പോലുള്ള ഒരാളൊരു ഉത്തരവ് തന്നാൽ അത് ഞാൻ പാലിക്കാതിരിക്കുന്നത് വളരെ മോശമല്ലേ. അതുകൊണ്ട് ഞാൻ ഇനി മേലാൽ പ്രശാന്ത് രഘുവംശത്തോട് എല്ലാം ആലോചിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. അങ്ങ് പ്രത്യേകിച്ച് മഹത്തായ ഒരു സ്ഥാപനമായ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡൽഹി പ്രതിനിധിയല്ലേ. അപ്പോൾ അങ്ങക്ക് ഡൽഹിയിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള സ്വാധീനം എനിക്കറിയാം. ഞാൻ ഒരു നിമിഷം അങ്ങേപോലെ ഒരാളിവിടെ ഉള്ളത് ഞാൻ മറന്നുപോയി. എനിക്ക് പറ്റിയത് പിഴ, വലിയ പിഴ, മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞ് മോദി ഒരു കത്ത് പ്രശാന്ത് രഘുവംശത്തിന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് കിട്ടിയിട്ടുടനെ അബ്ജോദ് വർഗീസിനെ വിളിച്ചിട്ടുണ്ട്. അബ്ജോദെ, മോദി വിളിച്ചു കേട്ടോ, നീ പറഞ്ഞ പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. മൂപ്പിലാൻ വിറച്ച് എന്നോട് പറഞ്ഞു, ഇനിമേൽ ഞാൻ അമ്പലം എന്ന് പറയത്തില്ല. അമ്പലം എന്നൊക്കെ പറയുന്നത് ഈ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് അമ്പലം എന്നൊക്കെ പറയുക വളരെ മോശമല്ലേ. അത് ഞാൻ കൊടുത്തു. നീ പറഞ്ഞല്ലോ, അന്ന് പറഞ്ഞ് നീ എഴുതിയ പോസ്റ്റ് ഞാൻ വായിച്ചു. ഏതാണ്? ഹിന്ദുമതം മറ്റേ പകർച്ചവ്യാധി, സനാതനം എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധിയാണെന്നുള്ള നീ പറഞ്ഞപ്പോൾ എനിക്കൊരു ആവേശമായി കൊടുക്കാൻ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. കിട്ടിയ ഒരവസരം. എവിടെ? കാരണം ഒരു സോമനാഥ ക്ഷേത്രത്തിലൊക്കെ പോയിരിക്കുന്നു, എന്നിട്ട് ശൂലമൊക്കെ കൈ പിടിച്ച് നിൽക്കുന്നു. ശരിയായ നടപടിയല്ലോ. കൊടുത്തു, ഞാൻ നല്ല ഭേഷ കൊടുത്തിട്ടുണ്ട്. അപ്പം മറുപടി വന്നിട്ടുണ്ട്, നിനക്ക് ഞാൻ അടുത്ത വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്, തുറന്നു നോക്കണേ എന്നൊക്കെ പറഞ്ഞ് അബ്ജോദിനൊരു മെസ്സേജ് വായിച്ചിട്ടുണ്ട്. ഇത് ഈ കുറേ നേരത്തെ ഒരു നേരം പക്ഷിയില്ലേ, അവനിങ്ങനെ കുലുങ്ങുമ്പോൾ അവർക്ക് തോന്നുമ്പോൾ ലോകം മുഴുവൻ കുലുങ്ങുന്നു. അവൻ്റെ മൂടാണ് കുലുങ്ങുന്നത്. അങ്ങനെ കുറേ ജീവികൾ ഏഷ്യാനെറ്റിലുണ്ട്. ഏഷ്യാനെറ്റ് എന്നുള്ള മാധ്യമത്തിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായ സിന്ധു സൂര്യകുമാർ കുംഭമേളയിൽ പങ്കെടുത്തവരെ ആക്ഷേപിച്ചു. അവസാനം രാജീവ് ചന്ദ്രശേഖറിന് ഖേദം പറയേണ്ടി വന്നു. അതിനുശേഷം അബ്ജോദ് വർഗീസ് എന്ന് പറഞ്ഞ കില്ലാടി, അദ്ദേഹം പണ്ട് മാറിവാനൂസിലെ കോളേജ് മാസനായിരുന്നപ്പോൾ ഒരു മാഗസിൻ ആക്കിയിരുന്നു. മാഗസിൻ്റെ പേരെന്നറിയോ? ഒരു വള്ളിച്ചെടി എന്നായിരുന്നു. വള്ളിച്ചെടിയോ? ഒരു വള്ളിച്ചെടിയോ കള്ളിച്ചെടിയോ എന്തോ ആണ്. അതിനാൾ എനിക്കതിൻ്റെ ഇത് അയച്ചു തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മൾ പെട്ടെന്ന് സംസാരിക്കുന്നത് ഞാൻ ഓർത്തില്ല. അതായത് എന്നിട്ട് അതിന് ബ്രാക്കറ്റിൽ ഇംഗ്ലീഷിലൊരു ചെടിയുടെ പേര് കൊടുത്തു. അതായത് അതിന് മലയാളം കഞ്ചാവെന്നാ, കന്നാബിസ് എന്നായിരിക്കും ഇതൊക്കെ പറയുന്നു കേട്ടോ. ഞാനത് കണ്ടിട്ടില്ല. ഒരാൾ എനിക്ക് അയച്ചു തന്നെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അറിയില്ല, ഇത് സബ്ജക്റ്റ് ടു കറക്ഷൻ. മാറിവാനസി പഠിച്ച ആരെങ്കിലും ഇങ്ങനൊരു മാഗസിൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ പറയട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രീതി മനസ്സിലായല്ലോ. അദ്ദേഹമാണ് സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യുക. പിന്നെ മറ്റേ ഉമറില്ലേ, ഖാലിദ് ഉമർ, അയാൾക്ക് ജാമ്യം കൊടുക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ധാർമ്മിക രോഷം ഇങ്ങനെ അണപൊട്ടുവാണ്. ഇന്ത്യ രാജ്യത്തെ വെട്ടിമുറിക്കണം, ചിക്കൻ നെക്ക് വേർപെടുത്തണം, രാജ്യത്ത് കലാപം ഉണ്ടാവണം, ഭീകരനാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഒരാൾക്ക് വേണ്ടി ആദ്യം ജാമ്യം കിട്ടാത്തതിൽ ഖേദം, ജാമ്യം വീണ്ടും ഇനി ജാമ്യ ഹർജിയായിട്ട് ഈ പഞ്ചായത്തിലേക്ക് വന്ന് ഒരു വർഷത്തിനുള്ളിൽ വന്നു പോരുന്നത് സുപ്രീം കോടതി പറഞ്ഞപ്പോഴത്തേക്ക് ധാർമ്മിക രോഷം അണപൊട്ടി ഒഴുകിയ മഹാനായ അബ്ജോദ് വർഗീസ്, അദ്ദേഹം ആ ചാനലിലുണ്ട്. പിന്നെ ഇവരുടെയൊക്കെ തല തൊട്ടപ്പൻ ഡൽഹിയിലിരിക്കുന്ന കുരുവംശം. കുരുവാണോ കരുവാണോ? രഘുവംശം. ആളുകൾ വിളിക്കുന്ന പേരല്ലേ. ഏതായാലും മഹാൻ്റെ ഉത്തരവ് കൊള്ളാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ത് ചെയ്യരുത്? അമ്പലത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ പള്ളിയെക്കുറിച്ച് പറയാം അല്ലേ. എൻ്റെ പിന്നിലതാ ഒരു പള്ളി കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരുത്തൻ പണ്ട് വിളിച്ചു പറഞ്ഞല്ലോ ഡൽഹി കലാപം നടക്കുമ്പോൾ. അന്ന് ഈ കരുവംശം അവിടെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനൊന്നും പറയരുത്. അത് മാധ്യമ പ്രവർത്തനത്തിൻ്റെ എത്തിക്സിന് നിരക്കാത്തതാണെന്ന് പറയാൻ ഈ പുണ്യാളൻ്റെ നാവ് പൊന്തിയില്ലല്ലോ. ഇവർ ചില ആളുകൾ പറയുന്നുണ്ട് കേട്ടോ, ഈ രഘുവംശം സംസാരിക്കുമ്പോൾ ശബ്ദം കേട്ടിട്ട് മദ്യപിച്ച് സംസാരിക്കുന്ന പോലെ തോന്നുന്നു എന്ന് പറയും. അത് ഞാനൊരു കാര്യം പറയാം. വെള്ളം അടിച്ചിട്ട് സംസാരിക്കുന്നത്, വെള്ളം അടിക്കുമെന്ന് എനിക്കറിയില്ല, വെള്ളം അടിച്ചിട്ട് സംസാരിക്കുന്നത് അദ്ദേഹത്തിനൊരു അസുഖം വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം. അത്തരം കാര്യങ്ങൾ പറഞ്ഞതൊന്നും ആരും കളിയാക്കരുത്. വിമർശിക്കുന്നത് അന്തസ്സായിട്ട് വിമർശിക്കണം. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി അമ്പലത്തിൽ പോരെന്ന് പറയാൻ ഇയാൾ ആരുമായ പ്രശാന്ത് രഘുവംശം? ഈ രാജ്യത്തെ ആളുകൾ എങ്ങനെ ജീവിക്കണം, അവരുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കണം വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ തനിക്കാർ അധികാരം എന്നത്? തൻ്റെ പണിയെടുത്ത പോരെ. തൻ്റെ പണി വൃത്തിയായിട്ട് ഇടണം. ഇല്ലെങ്കിൽ കരക്കാർ കയറി മെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഞങ്ങളൊന്ന് മെയ്യുന്നത്. ഇതേ വാദം പണ്ട് നെഹ്റു പറഞ്ഞിരുന്നു. സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കുകയാണ്, എൻ്റെ പ്രാണപ്രതിഷ്ഠ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. നെഹ്റു അപ്പോൾ കത്തെഴുതി രാഷ്ട്രപതിക്ക്, ഇത് ഭാരതത്തിൻ്റെ മതേതര സങ്കല്പത്തിന് നിരക്കാത്തതാണ്, പോകരുതെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ് രാജേന്ദ്രപ്രസാദ് മറുപടി കൊടുത്തു. എന്താണെന്നറിയോ മറുപടി? ചരിത്രമാണ്, ചരിത്രം. അല്ലാതെ ഇയാൾ രഘുവംശം പറയുന്ന പോലെയുള്ള പിപ്പലാട്ടമൊന്നുമല്ല. ചരിത്ര രേഖകളുണ്ട്, ഡോക്യുമെൻറ്റ്സ് ഉണ്ട്.
പറഞ്ഞു ഞാൻ എല്ലാ മതങ്ങളെയും മാനിക്കുന്ന ഒരാളാണ്, ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്, എനിക്ക് എല്ലാ മതങ്ങളോടും രാഷ്ട്രപതിയാണ്, പ്രസിഡൻ്റാണ്, എനിക്ക് എല്ലാ മതങ്ങളോടും സമഭാവനയാണ്. പക്ഷേ അപ്പോഴും ഞാനൊരു ഹൈന്ദവനാണ്, എനിക്കെൻ്റെ വിശ്വാസത്തിൽ മുറുകെ പിടിക്കാൻ അവകാശമുണ്ട്. ഒരു ഹിന്ദു ആണെങ്കിൽ ഹിന്ദു അവൻ്റെ അമ്പലത്തിൽ പോകരുത്, ബാക്കി എല്ലാവർക്കും പോവാം. ഔദ്യോഗികമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇഫ്താർ വിരുന്ന് തുടങ്ങിയത് ആരാ? ഇഫ്താർ വിരുന്ന് ഒരു മതത്തിൻ്റെ അല്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇഫ്താർ വിരുന്ന് തുടങ്ങിയത് ഇതേ നെഹ്റുവാണ്. ഇതേ നെഹ്റുവാണ് സോമനാഥം പുനർനിർമ്മിക്കരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഗാന്ധി പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, സർക്കാരിൻ്റെ ഫണ്ട് എടുക്കണ്ട, ജനങ്ങളുടെ ഫണ്ട് സ്വീകരിച്ച് പുനർനിർമ്മിക്കാൻ പറഞ്ഞു. ജുനഗഡ് ഇന്ത്യയിൽ ചേരാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന വ്യവസ്ഥകളിലൊന്ന് സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കണമെന്ന്. 98% ഹിന്ദുക്കളുള്ള പ്രദേശമായിരുന്ന നാട്ടുരാജ്യമായിരുന്ന ജുനഗഡ് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വേണ്ടി പട്ടേലിനോട് ആവശ്യപ്പെട്ട വ്യവസ്ഥ സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കണമെന്നായിരുന്നു. 1947 നവംബറിൽ അവിടെ എത്തിയ പട്ടേൽ പറഞ്ഞു ആ വാക്ക് ഞാൻ പാലിക്കുമെന്ന് പറഞ്ഞു. നെഹ്റു എന്താ പറഞ്ഞറിയാം, അതൊന്നും പാലിക്കേണ്ടത്. ജുനഗഡ് ചേർന്നില്ലേ, ജുനഗഡ് ഇന്ത്യയുടെ ഭാഗമായി, ഇനിയിപ്പോൾ ആ വാക്ക് നമ്മൾ പാലിക്കണ്ട എന്ന് പറഞ്ഞ വൃത്തികെട്ട രാഷ്ട്രീയം വെച്ചുകൊണ്ടിരുന്ന ആളാണ് നെഹ്റു. എന്നിട്ട് പറഞ്ഞു നമ്മൾ ഈ സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിച്ചാൽ ഹിന്ദു പുനരുജ്ജീവനത്തിന് കാരണമാകും. അങ്ങനെ ഒരു സാധനം ഉണ്ടാകും, ഹിന്ദുക്കൾ പുനരുജ്ജീവനം ഉണ്ടാവരുത്, എന്ന് വെച്ചാൽ നശിച്ചു പോകണം, ഹിന്ദു സംസ്കൃതി തകർന്നു കിടക്കണം, അതിനെ റിവൈവ് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു നെഹ്റു. ഈ നെഹ്റുവിൻ്റെ രാഷ്ട്രീയമായിരിക്കും രഘുവംശം ഉയർത്തിപ്പിടിക്കുന്നത്. അതായത് ഹിന്ദു പുനരുജ്ജീവനം ഉണ്ടാവും, ഹിന്ദു മതം. അബ്ജോദ് വർഗീസ് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലിരിക്കുന്ന കക്ഷി പറഞ്ഞതുപോലെ സാംക്രമിക രോഗമായ ഹിന്ദുക്കളെ തുടച്ചു നീക്കേണ്ടതാണ്, അതിനൊരു പുനർജീവനം കിട്ടുന്ന, വീണ്ടും ജീവൻ കിട്ടുന്ന ഒരു പ്രക്രിയയും നടത്താൻ പാടില്ല എന്ന് രഘുവംശം ആവർത്തിക്കുന്നു അല്ലേ. ഇത് മാത്രമല്ല, നമ്മൾ എവിടെയാണ് മോദി പങ്കെടുത്ത സോമനാഥം തകർത്തതിൻ്റെ 1000ാമത്തെ വാർഷികത്തിൽ 1000ാമത്തെ വാർഷികത്തിൽ നരേന്ദ്രമോദി പങ്കെടുത്തതിനെ തുടർന്നാണല്ലോ രഘുവംശത്തിൻ്റെ കുരു അങ്ങ് പൊട്ടിയത്. ആ കുരു പൊട്ടിയിട്ടാണ് ഇയാൾ ഈ പ്രസ്താവന നടത്തിയത്. താക്കീതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്, മോദി ഇനി അമ്പലത്തെക്കുറിച്ച് മിണ്ടരുത്. ഇവൻ ആരാ മോദി അമ്പലത്തെക്കുറിച്ച് മിണ്ടരുത് പറയാം? ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തിട്ടൂരം കൊടുക്കാൻ താൻ ആരാടോ? ഇത് ഈ നാട്ടിൽ, ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഹിന്ദുമത വിശ്വാസിയായ ഒരു പ്രധാനമന്ത്രി ക്ഷേത്രത്തെക്കുറിച്ച് പറയാൻ മിസ്റ്റർ പ്രശാന്ത് രഘുവംശം മിസ്റ്റർ ചേർത്ത് വിളിക്കാം. താൻ ആരാ? താൻ തൻ്റെ കാര്യം നോക്കിയാൽ പോരെ. തനിക്ക് വേണമെങ്കിൽ, പരമാവധി വേണമെങ്കിൽ തനിക്ക് ഭാര്യയുണ്ട്, ഭാര്യയോട് പറയാം നീ അമ്പലത്തിൽ പോകണ്ട, അമ്പലം വേണ്ടരുത്. മക്കളുണ്ട്, മക്കളോട് പറയാം. സഹോദരങ്ങളുണ്ട്, അവരോട് പറയാം. അമ്മയോട് വേണം പറഞ്ഞു നോക്കുക, അച്ഛനോട് പറഞ്ഞു നോക്കുക. അല്ലാതെ കേൾക്കണമെന്നില്ല, പറയാം. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി പോകരുതെന്നൊക്കെ പറയാൻ അതിന് മറുപടി രാജേന്ദ്ര പ്രസാദ് പറഞ്ഞിട്ടുണ്ട്. ഇയാൾ കേട്ടിട്ടുണ്ടോ രാജേന്ദ്ര പ്രസാദിനെ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ? സ്വന്തം രാജ്യത്തെ മതിക്കാത്തവനെ, സ്വന്തം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മതിക്കാത്തവനെ കുടുംബക്കാർ മതിക്കുമെന്ന് തോന്നുന്നില്ല. ഞാനതിലേക്ക് വരുന്നില്ല. AD 1926 ഗസ്നിയിലെ മഹമ്മൂദാണ് സോമനാഥം തകർത്തത്. അതിനുശേഷം 17 തവണ തകർക്കപ്പെട്ട ക്ഷേത്രമാണ്. ഓരോ തവണയും തകർക്കും, ഹിന്ദുക്കൾ പുനർനിർമ്മിക്കും, പിന്നെയും തകർക്കും, പിന്നെയും തകർക്കും, പിന്നെയും നിർമ്മിക്കും, പിന്നെയും തകർക്കും. അങ്ങനെ 17 തവണ ഗസ്നിയിലെ മുഹമ്മദ് ഗസ്നിക്ക് ശേഷം അലാവുദ്ദീൻ ഖിൽജി, മുസാഫർ ഒന്നാമൻ, മഹമ്മൂദ് ബഗ്ഡ, ഔറംഗസീബ്, ഇങ്ങനെ 17 തവണ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളും അഭിമാനികളായ ഹിന്ദുക്കൾ പുനർനിർമ്മിച്ചു. തനിക്ക് സഹിക്കുന്നില്ല അല്ലടോ? ഹിന്ദുക്കളുടെ ഒരു ക്ഷേത്രം മുസ്ലിമുകൾ, അതാരാണെന്നറിയോ? രാജ്യത്തിന് പുറത്തു നിന്ന് വന്ന ശത്രുക്കൾ തകർത്തത്, നമ്മൾ പുനർനിർമ്മിച്ചത് തനിക്ക് സഹിക്കുന്നില്ല അല്ലേ? ബാബറും ഔറംഗസീബും ഒന്നും ഇന്ത്യക്കാരായിരുന്നില്ല, ഭാരതീയരായിരുന്നില്ല. ഈ രാജ്യം കൊള്ളയടിക്കാൻ വേണ്ടി വന്ന വിദേശ കൊള്ളക്കാരായിരുന്നു, കൊള്ളയടിക്കാൻ വന്ന വിദേശ രാജ്യത്തെ ഭരണാധികാരികളായിരുന്നു. അവർ ചെയ്ത തെറ്റിനെ തിരുത്തുക എന്ന് പറഞ്ഞാൽ തനിക്കെന്താ സഹിക്കാത്തത്? തൻ്റെ രക്തം ഈ പറഞ്ഞ കൂട്ടരുടെ രക്തമാണോ? സംശയമുണ്ട്, ഉറപ്പായും സംശയമുണ്ട്. കാരണം ഭാരതീയ സംസ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്ന വൈദേശിക ശക്തികളെ ചെറുത്തു തോൽപ്പിച്ച, അല്ലെങ്കിൽ അവരോട് ചെറുത്ത് നിന്ന ഒരു ജനതയുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമാണ് ഈ ക്ഷേത്രങ്ങൾ അല്ലേ? അതെ. കാരണം അവർ വന്ന് നോക്കൂ, 17 തവണ തകർത്തു. 17 തവണയും ഹിന്ദുക്കൾ, ഇന്ത്യക്കാർ, ഭാരതീയർ അത് പുനർനിർമ്മിച്ചു. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പറഞ്ഞ ആക്രമണകാരികളെയൊക്കെ ഇവിടുത്തെ ഒരു വിഭാഗം ആളുകൾ ഏറ്റുകൊണ്ട് നടക്കുക. നമ്മുടെ വീട് കൊള്ളയടിക്കാൻ വന്നവനെ, നമ്മുടെ രാജ്യം കൊള്ളയടിക്കാൻ വന്നവൻ, അവൻ എൻ്റെ മതക്കാരനാണെന്ന ഒറ്റ കാരണം കൊണ്ട്
അവനെ അക്രമി എന്ന് വിളിക്കില്ല. ബ്രിട്ടീഷുകാരൻ നമ്മളെ കൊള്ളയടിക്കാൻ വന്നവരാ, ഇവന്മാർ സമ്മതിക്കും. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൊള്ളയടിച്ചു, ഈ പറയുന്ന ആളുകൾക്ക് വലിയ സന്തോഷമാണ്. എന്നാൽ ഔറംഗസീബ് പറയരുത്, കൊള്ളയടിച്ച് കോടികൾ കണക്കിന് രൂപ അത് പറയരുത്. ബാബർ ഇന്ത്യ ആക്രമിക്കാൻ വന്നവരാണ്, പറയാൻ പാടില്ല. ഇന്ത്യ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇവിടെ ഭരണം ഉണ്ടാക്കി, അവരുടെ ഭരണം ഞങ്ങളുടെ ഭരണമാണെന്ന് പറയുന്ന ഈ പരമ ചെറ്റകളായിട്ടുള്ള ആളുകളെ കുറിച്ച് എന്ത് പറയാൻ? അങ്ങനെ പറയുന്നവരെ രാജ്യസ്നേഹമില്ലാത്ത ചെറ്റകളെന്ന് തന്നെ വിളിക്കണം. ബ്രിട്ടീഷുകാരെ പോലെ തന്നെ ഹൂണന്മാരും മുഗളന്മാരും എല്ലാം ഇന്ത്യ കൊള്ളയടിക്കാൻ വന്നവരാണ്. അവരെ നമ്മൾ തലയിലേറ്റ് നടക്കണം. ആത്മാഭിമാനം വേണ്ടേ, ഭാരതീയവനാവണ്ടേ. നമ്മൾ പഠിക്കും അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയും. അലക്സാണ്ടർ എന്തിനാണ് വന്നത്? നമുക്ക് ഉപ്പുമാവും പുഴുക്കും തരാനാണോ? രാജ്യം കൊള്ളയടിക്കാൻ വന്നത്. നമ്മുടെ പാഠപുസ്തകം എന്നിട്ട് നമ്മളെ കൊള്ളയടിക്കാൻ വന്നവരെ നമ്മുടെ ഗ്രേറ്റ് അലക്സാണ്ടർ എന്ന് പറയും, മഹാനായ അലക്സാണ്ടർ. അവൻ എന്തിനു വന്നതാണ്? നമ്മുടെ സഹോദരങ്ങളെ കൊല്ലാൻ അല്ലേ, നമ്മുടെ സ്വത്തുക്കൾ കവർന്നെടുക്കാൻ വന്നതാണ്. അതിൻ്റെ പുരുഷോത്തമൻ പോറസ് എന്ന് പറയുന്ന രാജാവ് അലക്സാണ്ടറെ തോൽപ്പിച്ചു. അയാൾ ഇവിടെ ഓടിപ്പോയി, പോണ വഴിക്ക് ചത്തുപോയിട്ട് കൈ രണ്ടും പുറത്തോട്ടിട്ടിട്ട് ഞാനൊന്നും കൊണ്ടുപോകണില്ലെന്ന് കാണിക്കാൻ വേണ്ടി ശവപ്പെട്ടിയിൽ നിന്ന് കൈ പുറത്തോട്ടിട്ട് ഇയാളുടെ ശവം കൊണ്ടുപോയി എന്നൊക്കെയാണ് കഥ. നേരോ തെറ്റോ ആവട്ടെ. പക്ഷേ അലക്സാണ്ടറെ തോൽപ്പിച്ച പോറസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടോ? ഇല്ല. ഇതാണ് നമ്മുടെ ചരിത്രം. ഇന്ത്യയുടെ അമ്പ് കൊണ്ടാണ് മരിക്കുന്നത്. ഇന്ത്യയുടെ അമ്പ് അത്ര. അതെ, ഞാൻ പറയുന്നത് എന്നിട്ട് നമ്മളെ കൊള്ളയടിക്കാൻ വന്നവനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മഹാനെന്ന് വിളിക്കും. എന്നിട്ട് അയാളെ തോൽപ്പിച്ച് പഠിക്കുക. നോക്കൂ, നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ പോലെ ഭീംദേവ്, കുമാരപാലൻ, അഹല്യാഭായ് ഹോൾക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ കാലങ്ങളായിട്ട് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചിട്ടുണ്ട്. പട്ടേൽ പുനർനിർമ്മിച്ചു, KM മുൻഷി ഉൾപ്പെടെ പുനർനിർമ്മിച്ചു. രാജേന്ദ്ര പ്രസാദിൻ്റെ 2ാം സ്ഥാനം പ്രസിഡൻ്റാക്കിയില്ല നെഹ്റു. കാരണം എന്താ അറിയോ? സോമനാഥ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോയി. മുൻഷിയെ മന്ത്രിസഭാ യോഗത്തിലിരുത്തി നെഹ്റു വിമർശിച്ചു. സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കുന്നു. മുസ്ലിം ഭരണാധികാരി, ആക്രമണകാരി, കൊള്ളക്കാരൻ വന്ന് കൊള്ളയടിച്ച് താർത്ത ക്ഷേത്രം പുനർനിർമ്മിക്കുകയോ? ഹിന്ദു പുനരുജ്ജീവനമുണ്ട്. നെഹ്റുവിൻ്റെ കത്തിലുണ്ട് ഹിന്ദു റിവൈവൽ ഉണ്ടാവും. അപ്പോൾ ഇയാളാരാ? ഹിന്ദു റിവൈവൽ ഉണ്ടാവുന്നത് ഈ രാജ്യത്തിന് ആവശ്യമല്ല. ഇന്ത്യയുടെ ബാക്കി ഭാഗവും ഇസ്ലാമവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നെഹ്റു നടത്തിയത്. നെഹ്റുവിൻ്റെ തായ് വഴികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഓശാന പാടുകയാണ് പ്രശാന്ത് രഘുവംശം മുതൽ ഈ സിന്ധു സൂര്യകുമാർ മുതൽ അബ്ജോദ് വർഗീസ് മുതൽ പ്രശാന്ത് രഘുവംശം വരെയുള്ള ആളുകൾ ഉയർത്തിപ്പിടിക്കുന്നത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിനെതിരായി, ഹിന്ദു സമാജത്തിനെതിരായ നിലപാടാണ് പരസ്യമായി പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരാളെ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ മാധ്യമപ്രവർത്തകനായിട്ട് വെച്ചിരിക്കുന്ന സ്ഥാപനത്തെക്കുറിച്ച് കഷ്ടം എന്നല്ലാതെ ഒന്നും പറയാനില്ല. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് താക്കീത് കൊടുക്കാൻ മാത്രമുള്ള മഹോപ്രതിഭയായി വളർന്നിരിക്കുന്ന പ്രശാന്ത് രഘുവംശത്തിന് ഒരു കുപ്പുകൈ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് നിരന്തരം നിങ്ങളുടെ മുന്നിൽ സവിശേഷമായ വാർത്തകളും വർത്തമാനങ്ങളുമായി വരുന്നുണ്ട്. നമ്മുടെ ചാനലിനെ സഹായിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ നമ്മുടെ പേജ് തുറന്നു വരും. അതിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. തൊട്ടുപുറത്തുള്ള ബെൽ ഐക്കണും അമർത്താൻ മറക്കാതിരിക്കുക. ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിക്കുക.